everyone. ഇപ്പം എൻ്റെ മക്കളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തൊരു ലോങ് വെക്കേഷന് വേണ്ടിയിട്ടാണ് അല്ലേ. അതാണ് നമ്മുടെ ഓണം. അപ്പോൾ ഓണമൊക്കെ നമുക്ക് മനസ്സറിഞ്ഞ് ഫുൾ എൻജോയ് ചെയ്യാനും കളർഫുള്ളൊക്കെ ആക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓഗസ്റ്റ് മാസം ഒരു ഓണം എക്സാം ഉണ്ട്. അപ്പോൾ ഓണം എക്സാം നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഓണം നമുക്ക് അടിപൊളിയാക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അല്ലെങ്കിൽ എക്സാം ഒന്നും നമ്മൾ വേണ്ടത്ര വിചാരിച്ച പോലെ എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് ഉള്ളിലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓണമൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പേപ്പറൊക്കെ കിട്ടും. അപ്പോൾ പേപ്പറിൽ മാർക്ക് കുറവാണെങ്കിൽ നമുക്കതൊരു വിഷമമായിരിക്കും. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഓണം നമുക്ക് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിലോട്ട് പോകുമ്പോഴും അടിപൊളിയായിരിക്കും. ഓക്കെ, സോ ഓണം എക്സാമിനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ കുറേ പേർക്കുള്ളൊരു കൺഫ്യൂഷനാണ് ഓണം എക്സാമിന് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഓണം എക്സാമിന് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് മിസ്സേ ഞങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി ഓണം എക്സാം ആണ്, അതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഓണം എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിക്കഴിഞ്ഞാലും ലൈവ് ആയിക്കഴിഞ്ഞാലും ഷോർട്സ് ആയിക്കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. സോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വേഗം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓണം എക്സാമിന് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യത്തിലോട്ട് നമുക്ക് കിടക്കാം. സോ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിസ്സിൻ്റെ കുഞ്ഞു മക്കൾക്ക് നമ്മുടെ ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ആദ്യത്തെ യൂണിറ്റും 2ാമത്തെ യൂണിറ്റും എന്നാണ് ചോദിക്കുക. ആദ്യത്തെ യൂണിറ്റാണ് ആൻ അംബ്രല്ല ഫോർ ഓൾ ആൻഡ് എ പീസ് ഓഫ് കേക്ക്. ഈ 2 യൂണിറ്റും എൻ്റെ മക്കൾക്ക് മിസ്സുമാർ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. നമുക്ക് അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതാം. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാത്സ്. അപ്പോൾ മാത്സിൽ നിങ്ങൾക്ക് അടുക്കളയിലെ രൂപങ്ങൾ, ഒളിച്ചേ കണ്ടേ, നല്ല നാടിനായി, നല്ല നാളേക്കായി. അപ്പോൾ ഈ ഒരു 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ആ ചാപ്റ്ററിൻ്റെ പകുതി വരെ എന്ത് ചെയ്യണം മക്കൾ കൃത്യമായിട്ട് പഠിക്കാം. അങ്ങനെ നമുക്ക് 2.5 ചാപ്റ്ററാണ് മാത്സിൽ പഠിക്കാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഇൻ്റഗ്രേഷനാണ് വരിക അല്ലേ, ഉദ്ഗ്രഥിതം. അപ്പോൾ 1, 2, 3 അതിൽ നമുക്ക് മലയാളം മാത്സ് ഒക്കെ മിക്സ്ഡ് ആയിട്ടായിരിക്കും ചോദിക്കുക. ഇംഗ്ലീഷ് മാത്രമാണ് മക്കൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. സോ ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് ലൈവും വീഡിയോസൊക്കെ കാണാം, അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ ഇതറിയാത്ത നിങ്ങളുടെ കുറേ കൂട്ടുകാരുണ്ടായിരിക്കും, അവരിലോട്ടൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം.